നോൻപ് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം വിശപ്പറിയുക എന്നല്ലേ. നമ്മൾ ഉച്ചയ്ക്ക് ഉപവസിക്കുന്നവരുണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ലേടാ. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ദുഃഖ വെള്ളിയാഴ്ച വരെ മനുഷ്യൻ മൂക്കറ്റം തിന്നിട്ട് അവസാനം യൂതന്മാരുടെ കണ്ണ് പൊട്ടിക്കാൻ വേണ്ടി കശുവണ്ടി ചുട്ട് തിന്ന് 2 ഏമ്പൊക്കാൻ വേണ്ടി വള്ളിയിൽ പോയ കാലമുണ്ട്. വിവരമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അജ്ഞതയുടെ കാലഘട്ടം എന്ന് പറയും. നമ്മൾ പണ്ടത്തെ കേമത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അഭ്യാസങ്ങൾ നടന്നിരുന്നുണ്ട്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഉള്ളവനുമുണ്ട്, ഇല്ലാത്തവനും ഇല്ലെന്നേ ഉള്ളൂ. ഇന്ന് വിശുദ്ധിയിലും ഒത്തിരിയേറെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ ഭക്തിയിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. പക്ഷേ അവരാരിങ്ങനെ കൊട്ടിക്കോഷിക്കണില്ലെന്ന് മാത്രമേ ഇന്നത്തെ പ്രശ്നമുള്ളൂ. നോൻപ് കാലം എന്ന് പറയുമ്പോൾ വിശപ്പ് അറിയുക എന്നാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അത് വെച്ചാൽ നമ്മുടെ വിശപ്പ് നമ്മളറിയുക. അതെന്തിനാണ് നമ്മുടെ വിശപ്പ് നമ്മളറിയണത്? എന്തിനാണ്? മറ്റ് വിശക്കണ ആൾക്കാരെ കൂടെ വിശപ്പ് അറിയാൻ വേണ്ടിയാണ് ഈ നോൻപ് കാലം ഉള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഇന്ന് ഉപവസിച്ച് ആ ഊണിൻ്റെ കാശ് കൊണ്ട് ഈസ്റ്റർ കഴിയുമ്പോൾ 2 ഊണ് കഴിക്കണമല്ല. ആ ഇന്ന് കൊണ്ട് കഴിച്ചിട്ട് അത് കഴിക്കാതെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പണം മറ്റുള്ളവർക്ക് വിശക്കണവർക്ക് കൊടുക്കുമത് നമ്മൾ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസറാണ്. വയറ് മൊത്തം ആമാശയം എടുത്തു കളയാൻ പറഞ്ഞിരിക്കുകയാണ്. 20 ലക്ഷം ആൾക്കാർക്ക് വരുന്നതിൽ 20 ലക്ഷത്തിൽ ഒരാൾക്ക് തന്നെ രോഗമാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്തതിന് ശേഷം ആ വയറും വെച്ചുകൊണ്ട് തന്നെ വെളുപ്പിനെ ഇരുന്നുകൊണ്ട് 10 പേർക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കൊടുക്കും. മനുഷ്യന്മാർക്ക് മാറിയ മാറ്റം കണ്ടില്ലേ? പാട്ടവെട്ടുകണേ. രോഗത്തോടും മരണത്തോടും സുവിശേഷം കൊണ്ട് പടവെട്ടുന്ന സുവിശേഷത്തിൻ്റെ വലിയ പോരാളികളുടെ ഒരു കാലഘട്ടമാണിത്. നിങ്ങളെ സാക്ഷിയൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. കാര്യം ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശപ്പ് നമ്മളറിയുക മാത്രമല്ല, മറ്റുള്ളവരുടെ വിശപ്പ് അറിയുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നമ്മളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം. ആർക്ക് മനസ്സിലാകാനാണ്? നോൻപ് കാലം ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ്. വിശപ്പ്, അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്. ഇതെന്തിനാണ്? ഇത് ഓർക്കാൻ വേണ്ടിയാണ്. എന്താണ് ഓർക്കാൻ വേണ്ടിയ? മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം. കാര്യം പണ്ട് മരുഭൂമിയെ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു. അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു. അതുവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അറിയുക, അവർ പാലിക്കുകയോ ഇല്ലയെന്ന് അവരെ കൊണ്ട് തന്നെ അവരൊരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയാണ്, വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയുമില്ല, പരീക്ഷയുമില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? സഭ എന്ത് ചെയ്ത് ഒരു കൃത്രിമമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികൾ ഉണ്ടാകും. ചിലപ്പോൾ ജപ്തി നടപടി, ഇപ്പോൾ മാർച്ച് മാസമല്ലേ, ജപ്തിയുടെ അയ്യറുകളിയാണ്. വെച്ച് കഴിഞ്ഞാൽ ജപ്തിയുടെ പല ആൾക്കാരും ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിപ്പിക്കുന്ന പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ. ബാങ്ക് പറയുമ്പോൾ പറയും അത് ഇപ്പോൾ മാർച്ച് മാസമാണ്, ഇയർ എൻഡിങ് ആണ്, ഇപ്പോൾ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ ജപ്തി നടപടി വരുന്നത് ഇപ്പോഴാണ്. ഇയർ എൻഡിങ് കഴിയുമ്പോൾ നമ്മുടെ ജപ്തിയും കൊണ്ട് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഒരേ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ നമ്മളെ ഒരേ സമയം തന്നെ കഴുത്തിന് ചവിട്ടുകയും അതേസമയം രക്ഷിക്കാനുള്ള വാതിൽ അവർ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മരുഭൂമിയല്ല പിന്നെ എന്താ നമ്മൾ അനുഭവിക്കണത്? ജോസഫ് അച്ഛൻ ഇത് നിങ്ങളോട് പറയുമ്പോഴുണ്ടല്ലോ, ഞാൻ 21 ലക്ഷം ആൾക്കാരെ ഈ 87 ഇന്ന് വരെ കണ്ടിട്ട് ഇതുപോലെ അനേകം
ആത്മഹത്യാ മുൻപിൽ ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുവിശേഷം സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവം അവരോട് എങ്ങനെ വിശ്വസ്തത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട് കയ്യിൽ, ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അതാണുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടടക്കരുത്, മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കാണത്. അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് മാറ്റമില്ല. കാര്യം എന്താ, ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, വേദന അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, രോഗമറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, കടങ്ങളറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ചൈതന്യം ഇരട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൽ സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.